സോ വി ക്യാൻ സ്റ്റാർട്ട് ദ സെഷൻ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2024 ഒരു 7 to 8 or 10 എത്ര ക്വസ്റ്റ്യൻ നമുക്കിന്ന് കവർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് കവർ ചെയ്യാം. നോമ്പാണ്, ക്ഷീണമുണ്ട്, എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, കവർ ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ത്, ഇഫ് യു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ഗിവൺ ആസ് AXA YB where A plus B is equal to 2, the function is said to be decreasing return ആണോ, കോൺസ്റ്റന്റ് റിട്ടേൺ ആണോ, ഇൻക്രീസിങ് റിട്ടേൺ ആണോ, സീറോ റിട്ടേൺ ആണോ? ആൻസർ അറിയുന്നവർക്ക് പറയട്ടോ. ജസ്റ്റ് ഞാൻ ആ ഫംഗ്ഷൻ ഒന്ന് എഴുതുന്നുണ്ട്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ Q is equal to XY is equal to AXA YB where A plus B is equal to 2. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിന് ആൻസർ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇത് കോൺസ്റ്റന്റ് റിട്ടേൺ ആണോ, ഡിക്രീസിങ് റിട്ടേൺ ആണോ, ഓർ ഇൻക്രീസിങ് റിട്ടേൺ ആണോ, സീറോ റിട്ടേൺ ആണോ? ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ, നന്ദന ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അറിയാതിരിക്കുക അല്ലെങ്കിൽ അറിയുന്നില്ല എന്നുള്ളത് ഒരു മോശപ്പെട്ട കാര്യമൊന്നുമല്ല കേട്ടോ. ഈവൻ ഇഫ് യുവർ ആൻസർ ഈസ് റോങ് ഓർ യു ഹാവ് ഇൻ ഡൗട്ട്, യു ക്യാൻ പുട്ട് ഇൻ ദ ചാറ്റ് ബോക്സ് ഓർ യു ക്യാൻ യൂസ് ദ മൈക്ക്. ഓക്കെ, അതിലൊന്നും പ്രശ്നമില്ല. നമ്മുടെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, Q is a function of xy. xy രണ്ട് വേരിയബിൾ ആണ്. വി ക്യാൻ സേ ദാറ്റ് x is a labor and y is a capital. ഓക്കെ, ആൻഡ് ഈ a എന്താണ്? നമ്മുടെ പ്രൊഡക്ഷൻ ഫംഗ്ഷനുള്ള a എന്താണ്? നമ്മൾ ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല കേട്ടോ ഡിസ്കസ് ചെയ്യുക, ആ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് വരാൻ ചാൻസ് ഉള്ള മറ്റ് ഏരിയാസും കൂടി നമ്മൾ കവർ ചെയ്യും. അതുകൊണ്ട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദിസ് a? എ എന്ന് പറഞ്ഞാൽ ടെക്നോളജിക്കൽ പാരാമീറ്റർ ആണ്, അതായത് ഈ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ്. എക്സ് ലേബർ ആവാം, ക്യാപിറ്റൽ ആവാം, വൈയും ലേബർ ആവാം, ക്യാപിറ്റൽ ആവാം. എ എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു അളവാണ്. അതായത് നമ്മൾ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആണോ, ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആണോ എന്ന് നോക്കാറുള്ളത് ഈ രണ്ട് എയുടെയും ബിയുടെയും വാല്യൂസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത്. ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഒരു കോബ് ഡൗഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഓക്കെ, വാട്ട് എവർ, ഏത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണെങ്കിലും എയുടെയും അതുപോലെ തന്നെ ബിയുടെയും വാല്യൂസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത് എന്ന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇൻക്രീസിങ് സ്കെയിലാണോ ഡിക്രീസിങ് സ്കെയിലാണോ എന്ന് നമ്മൾ നോക്കാറുള്ളത്. ഇനി ഇവിടെ എ പ്ലസ് ബി എത്രയാണ് തന്നിട്ടുള്ളത്? 2 എന്നുള്ളതാണ് അല്ലേ. അപ്പം നമുക്ക് പറയാൻ പറ്റും അതൊരു ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ് എന്നുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ജനറലൈസ്ഡ് ഫോർമുല എഴുതുന്നുണ്ട്. നമ്മൾ പൊതുവെ കോബ് ഡൗഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എങ്ങനെ എഴുതാറുള്ളത്? y ഈസ് ഈക്വൽ ടു എ എൽ ആൽഫ കെ ബീറ്റ, ഇതാണല്ലോ എഴുതാറുള്ളത്. ഇതിൽ ആൽഫ പ്ലസ് ബീറ്റ, ഇവിടുത്തെ കേസ് ആണെങ്കിലോ എ പ്ലസ് ബി, ഞാൻ ജനറലൈസ്ഡ് ഫോം ആട്ടോ പറയുന്നത്. ഇപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ അല്ലെങ്കിൽ എ പ്ലസ് ബി രണ്ടും പറയാൻ പറ്റും. ആൽഫ പ്ലസ് ബീറ്റ നമുക്ക് കിട്ടുന്നത്, ആൽഫ പ്ലസ് ബീറ്റ നമുക്ക് കിട്ടുന്നത് 1 ആണെങ്കിൽ അതെന്താ കാണിക്കുന്നത്? ആൽഫ പ്ലസ് ബീറ്റ 1 ആണെങ്കിൽ അത് കാണിക്കുന്നത് എന്താണ്? കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആയിരിക്കും. കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇനി ആൽഫ പ്ലസ് ബീറ്റ ലെസ് ദാൻ 1 ആണെങ്കിലോ അതെന്തായിരിക്കും? ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിലാണ്. ഇനി ആൽഫ പ്ലസ് ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിലോ അത് കാണിക്കുന്നത് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പൊതുവേ റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സിമ്പിളായിട്ട് എന്ത് ചെയ്യും, ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ തരും, അതിൽ ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ ഉണ്ടാവും. നിങ്ങൾ ഈ ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് അത് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ആ ക്വസ്റ്റ്യൻ എന്താണ്? ദാറ്റ് ഈസ് എ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ഫംഗ്ഷൻ. ഇവിടെ ആൽഫ പ്ലസ് ബീറ്റ അല്ലെങ്കിൽ എ പ്ലസ് ബി ആഡ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? 2 എന്നുള്ളതാണ്. 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1 വിച്ച് മീൻസ് ദാറ്റ്സ് എ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ഫംഗ്ഷൻ. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് ഇവിടെ തന്നെ. ഞാൻ വേറെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എഴുതുന്നുണ്ട് കേട്ടോ. y ഈസ് ഈക്വൽ ടു ഞാൻ നിങ്ങൾ കാണുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. y ഈസ് ഈക്വൽ ടു
എ എന്താണ്? ടെക്നോളജിക്കൽ പാരാമീറ്റർ ആണ്. എ എക്സ് 0. വെയിറ്റ്, ഞാൻ ഒന്നുകൂടി വലുതാക്കി എഴുതുന്നുണ്ട് കേട്ടോ. y ഈസ് ഈക്വൽ ടു എ എക്സ് 0.2 പ്ലസ് കെ 0.3. ഇങ്ങനെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നു എന്നുണ്ടെങ്കിൽ ഇത് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആണോ, ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആണോ, ഓർ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണോ? ആരേലും ഒന്ന് പറയൂ. ചാറ്റ് ബോക്സിൽ എവിടെ പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. ഇതെന്താണ്? ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ് അല്ലേ? എന്തുകൊണ്ടാണ് ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആകുന്നത്? യെസ്, ലെസ് ദാൻ 1 ആണെന്ത്? ഈ പറയുന്നതിന്റെ വാല്യൂസ് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക അല്ലേ? 0.2 പ്ലസ് 0.3 എത്രയാണ്? 0.5 ആണ്. അതെത്രയാണ്? ലെസ് ദാൻ 1 ആണ്. അപ്പൊ ലെസ് ദാൻ 1 ആണെങ്കിൽ ഇനി y ഈസ് ഈക്വൽ ടു എ പ്ലസ് സോറി എ എക്സ് സോറി എ കെ 1.2 എൽ 0.5. ഇങ്ങനെയാണെങ്കിൽ ഇത് ഏതായിരിക്കും? ഇൻക്രീസിങ് ആയിരിക്കോ, ഡിക്രീസിങ് ആയിരിക്കോ, ഓർ കോൺസ്റ്റന്റ് ആയിരിക്കോ? 1.2 പ്ലസ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും ആഡ് ചെയ്ത് നോക്കിയാൽ മതി. 1.2 പ്ലസ് 0.5 1.7 ഈസ് മോർ ദാൻ ഓർ ഗ്രേറ്റർ ദാൻ 1 എന്ന് കിട്ടും. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? ഈ ഒരു 1 പോയിന്റ് എന്നുള്ളതിനൊക്കെ പകരം എന്ത് ചെയ്യും? അവർ ഡിവിഷനൊക്കെ തരും. അതായത് y ഈസ് ഈക്വൽ ടു എ കെ 1/4 എൽ 1/3 ഇങ്ങനെ തരും. അപ്പോഴും നമ്മൾ എന്ത് ചെയ്താൽ മതി? 1/4ഉം 1/3യും ആഡ് ചെയ്യുക. അത് 1നേക്കാൾ മുകളിലാണ് അതിന്റെ വാല്യൂ എന്നുണ്ടെങ്കിൽ അതെന്താണ്? ഇൻക്രീസിങ്. സെയിം ലോജിക് ആണ് കേട്ടോ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ എനെയും ബിനെയും നമ്മൾ പറയാറുള്ളത്, അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഞാനൊരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഒന്നും കൂടി എഴുതുന്നുണ്ട്. ക്യൂ ഈസ് ഈക്വൽ ടു, ഞാൻ ജനറലൈസ്ഡ് ഫോം എഴുതുന്നുണ്ട് കേട്ടോ. ക്യൂ ഈസ് ഈക്വൽ ടു എ കെ ആൽഫ കെ ബീറ്റ. ഇതൊരു ജനറലൈസ്ഡ് ഫോം ആണ്. ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ പേരെന്താണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ പേരെന്താണ്? യെസ്, കോബ് ഡൗഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇതിൽ ക്യൂ എന്താണ്? ക്യൂ ടോട്ടൽ ഔട്ട്പുട്ട്. എ എന്താണ്? നമ്മൾ ടെക്നോളജി അല്ലെങ്കിൽ എഫിഷ്യൻസി അല്ലെങ്കിൽ ടോട്ടൽ ഫാക്ടർ പ്രൊഡക്ടിവിറ്റി ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? എനെ പറയാറുള്ളത്. കെ എന്താണ്? ക്യാപിറ്റൽ ആണ്. എൽ എന്താണ്? ലേബർ ആണ്. ഇനി ആൽഫയും ബീറ്റയും എന്താണ്? ദേ ആർ കാൾഡ് ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റീസ്. ആൽഫയും ബീറ്റയും എന്താണ്? ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റീസ്. ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റീസ്. അതായത് ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആണോ, ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആണോ എന്നൊക്കെ നമ്മൾ കണ്ടെത്താൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റീസ് ആണ് എന്നർത്ഥം. ഓക്കെ, അതായത് നമുക്ക് റിട്ടേൺസ് ടു സ്കെയിൽ കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? ആൽഫ പ്ലസ് ബീറ്റ ആഡ് ചെയ്യുക, അതിൽ നിന്ന് കിട്ടുന്ന ആൻസർ എത്രയാണെന്ന് നോക്കുക. അത് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അതെന്താണ്? ഇൻക്രീസിങ് ആണ്. ഈക്വൽ ടു 1 ആണെങ്കിൽ കോൺസ്റ്റന്റ് ആണ്. ലെസ് ദാൻ 1 ആണെങ്കിൽ ഡിക്രീസിങ് ആണ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഈ ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇനി? Or can we move to the next question? ഫ്രാക്ഷൻസ് വരുമ്പോൾ ഉള്ളതോ? ഓക്കെ, ഞാൻ സ്ലൈഡ് ഒന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഫ്രാക്ഷൻസ് വരുമ്പോൾ നമ്മൾ ലോജിക് യൂസ് ചെയ്താൽ മതി. സെയിം കേസ് ആണ്. അതായത് ആൽഫയുടെ വാല്യൂ ഞാൻ ക്വസ്റ്റ്യൻ തന്നെ എഴുതുന്നുണ്ട്. ക്യൂ ഈസ് ഈക്വൽ ടു എൽ ഈസ് ഈക്വൽ ടു 1/2.
ഓക്കെ, ഇതൊരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. ഇത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ? കെൻ്റെതും 1/2 ആണ്, എല്ലിൻ്റെതും 1/2 ആണ്. ഇത് ഡിക്രീസിങ് ആണോ ഇൻക്രീസിങ് ആണോ കോൺസ്റ്റന്റ് ആണോ? മക്കളെ 1/2 എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, കോൺസ്റ്റന്റ് ആണ്. എങ്ങനെ കോൺസ്റ്റന്റ് ആവുന്നത്? 1/2 മീൻസ് 0.5 ആണ്. സോ 0.5 പ്ലസ് 0.5 ഇസ് ഈക്വൽ ടു 1. നിങ്ങൾ ആ ലോജിക്ക് മാത്രം യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇനി വേറെ ക്വസ്റ്റ്യൻ. Q is equal to AK 1/4 L 1/4. ഇത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ? കോൺസ്റ്റന്റ് ആണോ? 1/4 1/4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിക്രീസിങ് ആണ്. എന്തുകൊണ്ടാണ്? 1/4 പ്ലസ് 1/4 എത്രയാണ്? 2/4 ആവുള്ളൂ. 1 ആവണമെങ്കിൽ എത്ര നമുക്ക് കിട്ടണം? 4/4 കിട്ടണം. 4/4 ആണ് 1 അല്ലേ? ഇനി 6/4 ആണെങ്കിലോ ഗ്രേറ്റർ ദാൻ 1 ആണ്. 2/4 ആണെങ്കിലോ ലെസ് ദാൻ 1 ആണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇതിൽ നിന്ന് നമ്മൾ ഈ ഒരു ഏരിയ കണ്ടെത്തുക. ഇത് ക്ലിയർ അല്ലേ? Okay, so we can move to the next question. Suppose an individual has a utility function given by x utility of xy. What is xy? Xy means പ്രൊഡക്റ്റുകളാണ് അല്ലേ? x commodity y commodity is equal to 2x plus 3y. We can say that this function displays diminishing marginal rate of substitution, increasing marginal rate of substitution, decreasing marginal rate of substitution, or zero marginal rate of substitution. Any idea how to do this? So again, before going this thing, what is diminishing marginal rate of substitution, or what is increasing marginal rate of substitution, or what is constant marginal rate of substitution? രണ്ട് പ്രൊഡക്റ്റുകളുടെ കേസിൽ എന്താണ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ? നിങ്ങൾക്ക് ജസ്റ്റ് മൈക്ക് യൂസ് ചെയ്തും പറയാട്ടോ. ആരും ഇല്ല പറയാൻ പറ്റുന്നവര്? എനിവൺ? What is marginal rate of substitution? What is marginal rate of substitution? So marginal rate of substitution, or MRS, is equal to, or it measures how much of one good a consumer is willing to give up to obtain an additional unit of another good, maintaining the same level of satisfaction. അതായത് നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ബനാന ഉണ്ട്, ആപ്പിൾ ഉണ്ട്. നിങ്ങൾ ഇൻഡിഫറൻസ് കർവ് ഒക്കെ പഠിച്ചിട്ടില്ലേ? ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് എന്താണ്? വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ്? What is the slope of indifference curve? Marginal rate of substitution. So ആ marginal rate of substitution നമ്മൾ എന്താ മെഷർ ചെയ്യുന്നത്? ഇൻഡിഫറൻസ് കർവിന്റെ ഒരു സൈഡിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും, മറ്റൊരു സൈഡിൽ മറ്റൊരു പ്രൊഡക്റ്റ് ഉണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമ്മൾ ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇൻക്രീസിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു പ്രൊഡക്റ്റ് നമുക്ക് എക്സ്ട്രാ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഗിവ് അപ്പ് ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ അളവാണ്. നമ്മൾ MRS XY എങ്ങനെ കണ്ടുപിടിക്കുക? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ പ്രൊഡക്റ്റ് എക്സ് ആൻഡ് പ്രൊഡക്റ്റ് വൈ ഈസ് ഈക്വൽ ടു മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് വൈ. നിങ്ങളുടെയൊക്കെ +2 മൈക്രോ എക്കണോമിക്സിൽ പഠിച്ച ഏരിയാസ് ആണ് കേട്ടോ. ഇതിനെ നമ്മൾ എങ്ങനെ കണ്ടെത്തുക? മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് നമ്മൾ എങ്ങനെ കണ്ടെത്തുക? ഡോ യു ഡിവൈഡഡ് ബൈ ഡോ എക്സ് അല്ലേ? ഇനി മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് വൈ ആണെങ്കിലോ ഡോ യു ഡിവൈഡഡ് ബൈ ഡോ വൈ. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ജനറൽ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം.
വെയിറ്റ് എ മിനിറ്റ്, ഞാൻ ഇതൊന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു യൂട്ടിലിറ്റി ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടെത്തേണ്ടത് എന്താണ്? ഈ ഫംഗ്ഷൻ ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണോ, ഇൻക്രീസിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണോ, കോൺസ്റ്റന്റ് റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണോ, സീറോ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണോ എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നമ്മൾ എങ്ങനെയാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടെത്തുക? നമ്മൾ നേരത്തെ പറഞ്ഞു, MRS ഈസ് ഈക്വൽ ടു മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് വൈ. നമ്മൾ +2 മുതലേ പഠിച്ചു വരുന്നതാണ്. ഇതൊക്കെ നമുക്ക് CUET-ക്ക് നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും എന്താണ്, ഓൾറെഡി നമുക്ക് അറിയുന്ന വിഷയങ്ങളാണ്. നമ്മൾ ഇതിൻ്റെ തിയറീസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് എന്തറിയൂല, അത് അപ്ലൈ ചെയ്യാൻ അറിയില്ല എന്നുള്ളൊരു വിഷയം മാത്രമേ ഉള്ളൂ. അത് നിങ്ങളുടെ വിഷയം എന്നല്ല കേട്ടോ. കേരളത്തിൽ പൊതുവെ ഇനിയിപ്പോൾ ഇതിൽ ഔട്ട് ഓഫ് കേരള പഠിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എക്കണോമിക്സ്, എനി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ എനിത്തിങ് അതർ ദാൻ കേരള? ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് പറയോ. യെസ്, നന്ദൻ എവിടെയാണ് പഠിക്കുന്നത്? ഓക്കെ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട്ടിലാണല്ലേ. ഓക്കെ, സോ ഇങ്ങനത്തെ കേസുകളിൽ എന്ത് ചെയ്യാൻ പറ്റും? പൊതുവെ അവിടെയൊക്കെയുള്ള സിലബസുകളിലൊക്കെ നമുക്കൊന്നും കൂടി ആപ്ലിക്കേഷൻ ലെവലിൽ കാണാൻ പറ്റും. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് കാലിക്കറ്റിലും MGയിലും കേരളയിലൊക്കെ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ദർ ഈസ് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വളരെ ഷോർട്ടാണ് നമ്മുടെ സിലബസിൽ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് നമുക്കിത് ചിലപ്പോൾ കത്താൻ ഇത്തിരി സമയം എടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് വൈ എന്നുള്ളതാണ്. ഇനി നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ ഇതിന് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് നമുക്ക് എങ്ങനെ കണ്ടെത്തുക? നമുക്ക് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റുക? മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഡോ യു ഡിവൈഡഡ് ബൈ ഡോ എക്സ്. നമ്മൾ നേരത്തെ അത് ഡിസ്കസ് ചെയ്തിരുന്നില്ലേ? ഡോ യു ഡിവൈഡഡ് ബൈ ഡോ എക്സ്. ഓക്കെ, ഈസ് ഈക്വൽ ടു എത്രയാ വരിക? നമ്മുടെ ഇക്വേഷൻ ഏതാ? 2x പ്ലസ് 3y അല്ലേ? ഇതിനെ നമ്മൾ ഡോ യു ഡിവൈഡഡ് ബൈ എക്സ്, എക്സ് വെച്ചിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമ്മുടെ ആൻസർ എത്രയാ വരിക? യെസ്, ഡിഫറൻഷിയേറ്റ് ചെയ്ത ആൻസർ എത്രയായിരിക്കും? നമുക്ക് 2 മാത്രം ബാക്കിയാവും അല്ലേ? 2 എന്നുള്ളതാണ് വരിക. ഇനി ഇതേ ലോജിക്ക് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് വൈ എടുക്കുകയാണെങ്കിലോ? ഡോ യു ഡിവൈഡഡ് ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു 2x പ്ലസ് 3y. എത്രയാ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് വൈ എത്രയാ വരിക? നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ജസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയാവൽ എന്തായിരിക്കും? വൈൻ്റെ കൂടെ ഏതാണോ എത്രയാണോ വാല്യൂ ഉള്ളത് അത് മാത്രമേ ബാക്കിയാവുള്ളൂ. അഗെയിൻ ആൻസർ വിൽ ബി 3. അപ്പം നമുക്ക് എന്ത് കിട്ടി? മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് വൈ എക്സും കിട്ടി, മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് വൈയും കിട്ടി. അപ്പോൾ MRSന്റെ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? നമ്മൾ മുകളിൽ എഴുതി വെച്ചിട്ടുള്ള ഇക്വേഷൻ എന്താണ്? MRS is equal to marginal utility of x divided by marginal utility of y. Marginal utility of x എത്രയാണ് നമ്മൾ കണ്ടെത്തിയത്? 2 ആണ്. Marginal utility of y എത്രയാണ് കണ്ടെത്തിയത്? 3 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ സേ ദാറ്റ് 2/3 ആണെന്ത് ഇവിടുത്തെ മാർജിനൽ യൂട്ടിലിറ്റി, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. സോ 2/3 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഈ 2ഉം 3ഉം എന്താണ്? What is the 2 and 3? They are constants. അതെന്താണ്? കോൺസ്റ്റന്റ് വാല്യൂസ് ആണ്. സോ കോൺസ്റ്റന്റ് ആയിട്ടുള്ള മാർജിനൽ യൂട്ടിലിറ്റി, അതെന്തുകൊണ്ടാണ് കോൺസ്റ്റന്റ്? കോൺസ്റ്റന്റ് അല്ലാത്ത മാർജിനൽ യൂട്ടിലിറ്റി എങ്ങനെയാ വരിക? ചിലപ്പോൾ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 2x² എന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമ്മുടെ വാല്യൂ എത്രയാ വരിക? 2x² എന്നുണ്ട്. 2x² 3y. നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എത്രയാണ് നമുക്ക് ആൻസർ വരിക? ഇൻസ്റ്റെഡ് ഓഫ് 2 നമുക്ക് എന്താ കിട്ടുക? ഇൻസ്റ്റെഡ് ഓഫ് 2 നമുക്ക് എന്താ കിട്ടുക? 4x എന്ന് കിട്ടും ഇല്ലേ? 2x ആണോ കിട്ടുക? SIWF സംതിങ് നെയിമുള്ള ആൾ 2x ആണോ കിട്ടുക 4x ആണോ കിട്ടുക? നന്ദന 4x.
അല്ലേ? റഫ 4x അല്ലേ? അപ്പോൾ 4x എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഇങ്ങനെ വരുന്നതാണ് നമ്മൾ എന്ത് പറയുക? വേരിയബിൾ എന്ന് പറയാം. അതല്ലാതെ 4 എന്ന് മാത്രം അല്ലെങ്കിൽ 2 എന്ന് മാത്രം വന്നു കഴിഞ്ഞാൽ അതെന്താണ്? കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂ ആണ്. സോ കോൺസ്റ്റന്റ് വാല്യൂ വന്നു കഴിഞ്ഞാൽ ഇൻഡിഫറൻസ് കർവ് എന്താണ്? ദേ ആർ എ സ്ട്രൈറ്റ് ലൈൻ. ഞാൻ ജസ്റ്റ് വേറെ ഇംപ്ലിക്കേഷനും കൂടി പറയാം കേട്ടോ. കോൺസ്റ്റന്റ് വാല്യൂസ് വന്നു കഴിഞ്ഞാൽ ഇൻഡിഫറൻസ് കർവ് എന്താണ്? ഇറ്റ് ഈസ് എ സ്ട്രൈറ്റ് ലൈൻ, മീനിങ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് എന്ത് ചെയ്യുന്നത്? നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതെന്തായിരിക്കും? കോൺസ്റ്റന്റ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് യൂട്ടിലിറ്റി ഫംഗ്ഷൻ തരും. യൂട്ടിലിറ്റി ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്തു നോക്കി എന്നുള്ളതാണ്. സോ വി ക്യാൻ മൂവ് ടു, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ഒന്നും അല്ല. എനിക്ക് തോന്നുന്നത് ഒന്നും കൂടി ഇമ്പോർട്ടൻ്റ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കൂ. ഇതിൻ്റെ റെക്കോർഡഡ് സെഷൻ നിങ്ങൾക്ക് തരും കേട്ടോ. ഫോർ എ മാനുഫാക്ചറിങ് ഫേം, the cost function is given by C is equal to Q3 plus 2Q square plus Q plus 1. The marginal and average cost at quantity 10 unit are respectively. So നമുക്ക് എന്താ കണ്ടെത്തേണ്ടത്? We have to find what? മാർജിനൽ ആൻഡ് ആവറേജ്. നമ്മൾ എന്ത് ചെയ്യണം? മാർജിനലും കണ്ടെത്തണം, ആവറേജും കണ്ടെത്തണം. ക്യൂവിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കിത് ചെയ്ത് നോക്കിയാലോ. ഫസ്റ്റ് ഞാൻ ആ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അതുപോലെ താഴെ എഴുതുന്നുണ്ട്. സി ഈസ് ഈക്വൽ ടു, സോറി, കോസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ എഴുതുന്നുണ്ട്. സി ഈസ് ഈക്വൽ ടു Q3 പ്ലസ് 2Q സ്ക്വയർ പ്ലസ് Q പ്ലസ് 1. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇനി ഞാൻ ജനറൽ ആയിട്ട് ചോദിക്കുകയാണ്, ഒരു കോസ്റ്റ് ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എങ്ങനെയാണ് മാർജിനൽ കോസ്റ്റ് നമ്മൾ കണ്ടെത്തുക? എം സി കണ്ടെത്താൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? യെസ്, നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓർഡർ ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടെത്തണം എന്നർത്ഥം. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടെത്തണം. ഇനി എ സി കണ്ടെത്താൻ നമ്മൾ എന്താ ചെയ്യുക? എ സി കണ്ടെത്താൻ ആവറേജ് കോസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടി സി ബൈ ക്യൂ, ടി സി ബൈ ക്യൂ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? എ സി കണ്ടെത്തുക. ഞാൻ നിങ്ങളുടെ മനസ്സിൽ വേറെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതാണ് കേട്ടോ. ജസ്റ്റ് ഇപ്പം നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് പോകാം. എം സി കണ്ടെത്താൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് ദ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് അല്ലേ? സോ ക്യൂ ഡി സി കോസ്റ്റ് ഫംഗ്ഷൻ റെസ്പെക്ട് ടു ഡി ക്യൂ. ക്യൂ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ഡി ബൈ ഡി ക്യൂ ഇസ് ഈക്വൽ ടു Q3 പ്ലസ് 2Q സ്ക്വയർ പ്ലസ് Q പ്ലസ് 1 ആണ് അല്ലേ? സോ ഫസ്റ്റ് Q3നെ നമ്മൾ, സോറി, Q ക്യൂബിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എങ്ങനെ വരിക? 3Q സ്ക്വയർ പ്ലസ് 2Q സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എങ്ങനെ വരിക? 2 × 2 4Q പ്ലസ് ക്യൂവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ? ക്യൂവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ? What will happen if we differentiate the q? Just q എന്നുള്ളത് മാത്രം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? ഒന്നാണോ കിട്ടുക? യെസ്, 1 ആണല്ലേ നമുക്ക് കിട്ടുക. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള മാർജിനൽ കോസ്റ്റിന്റെ ഇക്വേഷൻ. 3Q സ്ക്വയർ പ്ലസ് 4Q പ്ലസ് 1. ഇനി നമ്മൾ നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് നോക്കൂ. അവരെന്ത് ചെയ്തിട്ടുണ്ട്? ക്യൂവിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് ഇല്ലേ? സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് ക്യൂ ഇൻ ടു അവർ ഇക്വേഷൻ. 3Q സ്ക്വയർ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? 3 × 10 സ്ക്വയർ പ്ലസ് 4 × 10 പ്ലസ് 1. ആൻസർ എത്രയാ വരിക? എം സി ഈസ് ഈക്വൽ ടു 3 × 10 സ്ക്വയർ എത്ര? 3 × 10 സ്ക്വയർ എത്രയാണ്? 100 അല്ലേ? 300 പ്ലസ് 4 × 10 എത്രയാണ്? 40 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 300 പ്ലസ് 41 ഈസ് ഈക്വൽ ടു 3
41 അല്ലേ? ഓക്കെ, നന്ദന ഓൾറെഡി ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. സോ നമുക്കിപ്പോൾ കിട്ടിയ ആൻസർ, നമുക്കിപ്പോൾ കിട്ടിയത് ഏതാണ്? 341. ഇനി നിങ്ങൾ ഇനി നമ്മുടെ ഓപ്ഷൻസ് ഒന്ന് നോക്കൂ. നമുക്ക് രണ്ടെണ്ണം കണ്ടെത്തണം ആക്ച്വലി അല്ലേ? മാർജിനലും കണ്ടെത്തണം, ആവറേജും കണ്ടെത്തണം. ഇനി ഓപ്ഷൻസിലുള്ള മാർജിനലിന്റെ വാല്യൂസ് നോക്കൂ. 300, 340, 341, 328. നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? 341. സോ നമുക്ക് ആവറേജ് കോസ്റ്റ് കണ്ടെത്താതെ തന്നെ നമുക്ക് പറയാൻ പറ്റും ഓപ്ഷൻ ഏതാണ്? 341 മാർജിനൽ ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? 3 ആണ് ഓപ്ഷൻ. സോ ആവറേജ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും ആവറേജ് കോസ്റ്റ് എത്രയാണ്? 121.1 ആണ് എന്നുള്ളത് അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ആവറേജ് കോസ്റ്റും കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എ സി ഈസ് ഈക്വൽ ടു, എ സിയെ നമ്മൾ എങ്ങനെയാണ് നേരത്തെ പറഞ്ഞത്? ടി സി ഡിവൈഡഡ് ബൈ ക്യൂ. ടി സി എന്താണ്? ടോട്ടൽ കോസ്റ്റ് ഫംഗ്ഷൻ അല്ലേ? ക്യൂ ക്യൂബ് പ്ലസ് 2q² പ്ലസ് q പ്ലസ് 1 അതാണല്ലേ? ഈക്വൽ ടു ടി സി. ടി സിയുടെ ഫംഗ്ഷൻ എത്രയായിരുന്നു നമുക്ക് കിട്ടിയത്? വെയിറ്റ് എ മിനിറ്റ്. ഞാൻ ആദ്യം ഫംഗ്ഷൻ എഴുതുന്നുണ്ട്. സി ഈസ് ഈക്വൽ ടു ക്യൂ ക്യൂബ് പ്ലസ് 2q² പ്ലസ് q പ്ലസ് 1 ഡിവൈഡഡ് ബൈ ക്യൂ ആണ് അല്ലേ? ഇതാണ് നമുക്ക് ചെയ്താൽ നമുക്ക് കിട്ടേണ്ട ആവറേജ് കോസ്റ്റ് ഫംഗ്ഷൻ. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് ക്യൂ. ക്യൂവിൻ്റെ വാല്യൂ എത്ര തന്നിട്ടുള്ളത് നമുക്ക്? ക്യൂവിൻ്റെ വാല്യൂ എത്ര തന്നിട്ടുള്ളത്? 10 എന്ന് തന്നിട്ടില്ലേ? സോ നമുക്ക് ആ 10 എന്ത് ചെയ്യാം? കോസ്റ്റ് ഫംഗ്ഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഈക്വൽ ടു ക്യൂ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ക്യൂബ് പ്ലസ് 2 ഇൻറ്റു 10 സ്ക്വയർ പ്ലസ് 10 പ്ലസ് 1 ഡിവൈഡഡ് ബൈ ക്യൂവിൻ്റെ വാല്യൂ എത്രയാണ്? 10 അല്ലേ? ഈസ് ഈക്വൽ ടു 10ൻ്റെ ക്യൂബ് എത്രയാണ്? 10ൻ്റെ ക്യൂബ് എത്രയാണ്? സ്ക്വയർ 100 ആണ്. ക്യൂബ് ആവുമ്പോൾ 100 ഇൻറ്റു എത്രയാണ് വരിക? 10 ഇൻറ്റു 100 ഈക്വൽ ടു 1000. 1000 പ്ലസ് 2 ഇൻറ്റു 10 സ്ക്വയർ എത്രയാണ്? 2 ഇൻറ്റു 200 പ്ലസ് 10 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 10 ഈസ് ഈക്വൽ ടു 1000 പ്ലസ് 2 ഇൻറ്റു 200 എത്രയാണ്? സോറി, 2 ഇൻറ്റു 200 അല്ലേ? 2 ഇൻറ്റു 100 ആണ് വരിക. ഓക്കെ, സോറി. 2 ഇൻറ്റു 100 എത്രയാണ്? 200 പ്ലസ് 10 പ്ലസ് 1, 10 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 10 ഈസ് ഈക്വൽ ടു 1000 പ്ലസ് 200, 1200 പ്ലസ് 10, 1210 പ്ലസ് 1 എത്രയാണ്? 1211 ഡിവൈഡഡ് ബൈ 10. ആൻസർ എത്ര വരിക? 121.1. അത് നിങ്ങൾക്ക് നമ്മൾ നേരത്തെ കണ്ടെത്തിയ ഓപ്ഷനിലില്ലേ? 341 121. അപ്പം മാർജിനൽ കോസ്റ്റ് കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എടുത്താൽ മതി. ആവറേജ് കോസ്റ്റ് കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ഉള്ളതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് MC മാർജിനൽ കോസ്റ്റ് കണ്ടെത്താൻ അറിയൂല. നമുക്ക് AC കണ്ടെത്താൻ എളുപ്പമാണ്. AC കണ്ടെത്താൻ ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പം നമ്മൾ AC ആദ്യം കണ്ടെത്തുകയാണെങ്കിൽ പോലും നമുക്ക് എത്ര കിട്ടും ആൻസർ? 121.1 കിട്ടും. 121 യുണീക്ക് ആൻസർ ആണ്. ദർ ഈസ് നോ അതർ AC. വേറെ ഒരു ACയും 121 ഇല്ലെങ്കിൽ നമ്മുടെ ആൻസർ എത്രയായിരിക്കും? 3 ആയിരിക്കും എന്നർത്ഥം. സോ നിങ്ങൾ CUTൻ്റെ സമയത്തൊക്കെ എക്സാമിന് നമുക്ക് ഒരു ടൈം എക്സ്ട്രാ കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് ബെനിഫിറ്റ് ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ആ യുണീക്ക് ആൻസർ, ഇപ്പോൾ 2 ഓപ്ഷൻ 341 ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ എല്ലാ ഓപ്ഷനും 341 ആണ്, എല്ലാ ഓപ്ഷനും, അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? AC കണ്ടെത്തേണ്ടി വരും. അതർവൈസ് എല്ലാ ആൻസറും യുണീക്ക് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒന്ന് കണ്ടെത്തിയാൽ മതി. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഇത് ഓക്കെ ആണോ? Is it okay?
Okay, so we can move to the next question. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കൂ. A utility maximizing consumer has a utility function given by utility of x, y is equal to 2x plus y. And he has a budget constraint given by x plus 2y is equal to 10. So in equilibrium, he purchased. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇക്വിലിബ്രിയം കണ്ടെത്തണം. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾ NTA CET എക്സാമിന് പോകുന്ന സമയത്ത് they will give you one white paper, one pen also. നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി കാൽക്കുലേറ്റർ ഒന്നും ഉണ്ടാവില്ല, പകരം എന്ത് ചെയ്യും? ഒരു വൈറ്റ് പേപ്പറും ഒരു പെന്നും തരും. സോ ആദ്യം നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യനിൽ എന്താണ് ഉള്ളത് നിങ്ങൾ എഴുതിയെടുക്കണം. എന്താ ഈ ക്വസ്റ്റ്യനിൽ ഉള്ളത്? ഒന്ന് യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഉണ്ട്. യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്താണ്? xy is equal to 2x plus y അല്ലേ? ഇനി ബജറ്റ് കൺസ്ട്രെയിൻ ഉണ്ട് അല്ലേ? ബജറ്റ് കൺസ്ട്രെയിൻ എന്താണ്? എക്സ് പ്ലസ് 2y ഈസ് ഈക്വൽ ടു 10. നമുക്ക് എന്തുണ്ട്? യൂട്ടിലിറ്റി ഫംഗ്ഷനും തന്നിട്ടുണ്ട്, ബജറ്റ് കൺസ്ട്രെയിനും തന്നിട്ടുണ്ട് അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കിട്ടോ, ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കി. ഈ ക്വസ്റ്റ്യൻ നമുക്ക് യൂട്ടിലിറ്റി ഫംഗ്ഷനും തന്നിട്ടുണ്ട്, ബജറ്റ് കൺസ്ട്രെയിനും തന്നിട്ടുണ്ട്. സോ ഹൗ വി ക്യാൻ ഫൈൻഡ് ദ ഇക്വിലിബ്രിയം ഇൻ ദിസ് പ്രോസസ്? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമുക്ക് എന്ത് ചെയ്യാം? എക്സിനും വൈക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആദ്യം ഇത് മനസ്സിലാക്കുക. എക്സ് പ്ലസ് 2y ഈസ് ഈക്വൽ ടു 10 എന്ന് തന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ സോൾവ് ദിസ് ഇക്വേഷൻ ഫോർ എയ്തർ ഓൺ എക്സ് ഓർ എയ്തർ ഓൺ വൈ അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നമുക്ക് വൈക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഇങ്ങനൊരു ഇക്വേഷൻ എന്നാൽ നമ്മൾ വൈക്ക് എങ്ങനെ സോൾവ് ചെയ്യുക? വൈ ഈസ് ഈക്വൽ ടു എത്രയാ വരിക? y is equal to 10 minus x divided by 2 അല്ലേ? y is equal to 10 minus x divided by 2. നമ്മൾ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? വൈന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏതായാലും കുഴപ്പമില്ല, ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഏതെങ്കിലും ഒരു വാല്യൂവിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഇതിനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തത് എന്താണ്? വി ഹാവ് ടു മാക്സിമൈസ് ദ യൂട്ടിലിറ്റി. അതാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. വി ഹാവ് ടു മാക്സിമൈസ് ദ യൂട്ടിലിറ്റി. അതായത് നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ, അതായത് ഒരു സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ബജറ്റ് കൺസ്ട്രെയിൻ, നമുക്കൊരു ബജറ്റ് കൺസ്ട്രെയിൻ മുകളിൽ തന്നിട്ടുണ്ട്. ബജറ്റ് കൺസ്ട്രെയിൻ ഇക്വേഷൻ എന്താണ്? 2x plus 2y is equal to 10. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? എക്സ് 10 ആവുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒന്നിനെ നമ്മൾ ചെയ്താൽ മതിയല്ലോ. സോ എക്സിനെ 10 ആക്കി എടുത്തു നോക്കാം. എക്സ് ഇസ് ഈക്വൽ ടു 10 ആക്കി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വൈക്ക് നമ്മൾ നേരത്തെ കണ്ടെത്തിയുള്ള ഇക്വേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ 10 മൈനസ് 10 ഡിവൈഡഡ് ബൈ 2 എത്രയാണ് വരിക? 10 മൈനസ് 10 ഡിവൈഡഡ് ബൈ 2, 10 മൈനസ് 10 ഡിവൈഡഡ് ബൈ 2 എത്രയാണ് ആൻസർ? സീറോ. ഇവിടെ സീറോ എന്ന് വരുന്ന ഇക്വേഷൻ ഏതാ ഉള്ളത്? ഇപ്പൊ നമ്മൾ കണ്ടെത്തിയത് ഏതാ? y ഈസ് ഈക്വൽ ടു 0 ആണ്. y ഈസ് ഈക്വൽ ടു 0 ആണ്. ഈ ഓപ്ഷനിൽ y0, y 10 ആണ്, y 5 ആണ്, y 0 ആണ്, y 5 ആണ്. അപ്പോൾ എക്സ് 10 ആവുന്ന സമയത്ത് y എത്രയാണ് വരുന്നത്? 0 ആണ്. അതായത് ഇത്രയേ ഉള്ളൂ. നമുക്ക് യൂട്ടിലിറ്റി ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ആ യൂട്ടിലിറ്റി ഫംഗ്ഷനെ ലോജിക്ക് മനസ്സിലാക്കുക. ബജറ്റ് കൺസ്ട്രെയിൻ അവിടെയുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക? ഈ യൂട്ടിലിറ്റി ഫംഗ്ഷനെ സോൾവ് ചെയ്യുക.
തന്നിട്ടുള്ള ബജറ്റ് കൺസ്ട്രെയിൻ യൂസ് ചെയ്തിട്ട് ഈ യൂട്ടിലിറ്റി ഫംഗ്ഷനെ സോൾവ് ചെയ്യുക. എങ്ങനെയാണ് സോൾവ് ചെയ്യുക? ഒന്നെങ്കിൽ വൈയിലേക്ക് ഇട്ട് സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ എക്സിലേക്ക് ഇട്ട് സോൾവ് ചെയ്യുക. നിങ്ങൾ ഏത് വഴിക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാലും യു വിൽ ഡിറൈവ് ദ ആൻസർ. അതായത് നമുക്ക് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് യൂട്ടിലിറ്റി കിട്ടുന്നത് എവിടെയാണ്? എക്സ് ഇസ് ഈക്വൽ ടു 10ഉം വൈ ഇസ് ഈക്വൽ ടു 0യും കൺസ്യൂം ചെയ്യുന്ന സമയത്താണ്. സോ ദ ഓപ്ഷൻ ഈസ്, ഓപ്ഷൻ ഏതാണ് ആൻസർ? ഓപ്ഷൻ 3 എന്നുള്ളതാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഏതൊക്കെ പ്രോബ്ലം ചെയ്തു? പ്രോബ്ലം 1, 2, ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മാക്രോയിൽ ഒരു പ്രോബ്ലത്തിലേക്ക് പോയി നോക്കാം. ഇത് എക്സാക്ട്ലി ഇതുപോലെ നിങ്ങളുടെ CUET ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണും കേട്ടോ. എക്സാക്ട്ലി ഇതുപോലെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ. ഞാൻ പറഞ്ഞു എഗെയിൻ, നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? യു ഹാവ് ടു റൈറ്റ് ഡൗൺ ദ മെയിൻ പോയിന്റ്സ്. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വൈറ്റ് പേപ്പറിൽ എന്ത് ചെയ്യണം? നിങ്ങൾ മെയിൻ പോയിന്റ്സ് നിങ്ങൾ എഴുതിയെടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ. If the GDP of the economy, if the GDP of the economy be 100, RS 100, and the autonomous aggregate investment and exposed aggregate saving is RS 30 in equilibrium, what would be the aggregate saving in the equilibrium of the economy if the aggregate investment remains at RS 30 and average saving propensity is increased from 30% to 40%? നമുക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ ഒരുമിച്ച് കണക്ട് ചെയ്യേണ്ടി വരും. എന്താണ് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവിങ്ങും ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമും തമ്മിലുള്ള റിലേഷൻ എന്താണൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ക്വസ്റ്റ്യനിലുള്ളത് എങ്ങനെ ആൻസർ ചെയ്യുക എന്നുള്ള വഴിയാട്ടോ നമുക്കിത് പറഞ്ഞുതരാൻ പോകുന്നത്. സോ ഫസ്റ്റത്തെ GDP എത്രയാണ്? ഫസ്റ്റ് GDP 1 ഓർ ഇക്കോണമി എത്രയിലാണ്? ഞാൻ GDP 1 എന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. GDP 1 is equal to 100 crores ഓർ 100 എന്ന് പറയാം. ഇനി സേവിങ് എത്രയാണ്? ആദ്യത്തെ സേവിങ് എത്രയാണ്? 30 ആണ്. ഇനി ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ് എത്രയാണ്? ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ് ഇൻക്രീസ്ഡ് ഫ്രം 30 to 40 എന്നില്ലേ? സോ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ് ഞാൻ അതിന് 1 എന്ന് കൊടുക്കുന്നുണ്ട്, ഈസ് ഈക്വൽ ടു എത്രയാ വരിക? നമ്മുടെ ടോട്ടൽ ഇക്കോണമിയിലുള്ളത് എത്രയാണ്? 100 ആണ് അല്ലേ? നമ്മുടെ സേവിങ് എത്രയാണ്? 30 ആണ്. നമുക്ക് എങ്ങനെയാ ഇപ്പോൾ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ് കണ്ടെത്താൻ പറ്റുക? S1 S/Y അല്ലേ? S1/Y1 is equal to 30 plus 100 is equal to എത്രയാ വരിക? 0.30 എന്നുള്ളതാണ്. ഇനി പുതിയ APS ആണ് ഇവിടെ ഉള്ളത്. പുതിയ APS എത്രയായി? 32. ഞാൻ അതിനെ APS 2 എന്ന് കൊടുക്കുന്നുണ്ട്. അത് എത്രയാണ്? 40%. 40% എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ടേമിലേക്ക് മാറ്റുമ്പോൾ എത്രയാണ് നമുക്ക് വരിക? 0.4. നിങ്ങൾക്ക് ഐഡിയ അറിയൂലേ? ഇപ്പൊ MPC മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം 0.2 ആണെന്ന് പറഞ്ഞാൽ അത് എത്ര പെർസെൻറ്റേജ് ആണ്? 0.2 എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ആണ്? 20%. അതുപോലെ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് 60% ആണെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഈ ഒരു വേരിയബിളിലേക്ക് മാറ്റുമ്പോൾ എത്രയാണ് വരിക? 0.6. അത് നിങ്ങൾ മറന്ന്, അതൊരു സിമ്പിൾ ലോജിക് ആണ് കേട്ടോ. അത് എക്കണോമിക്സ് ഈസ് ഓൾ അബൌട്ട് ലോജിക്. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി?
APS2 നമ്മൾ എത്ര എഴുതിയിട്ടുള്ളത് 0.40. ഇനി ഇൻവെസ്റ്റ്മെന്റിന്റെ കേസിൽ എന്താ പറഞ്ഞത്? ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ കേസിൽ എന്താ പറഞ്ഞത്? ഇൻവെസ്റ്റ്മെന്റ് റിമൈൻസ് അറ്റ് സെയിം. എത്രയാണ്? 30. ഇൻവെസ്റ്റ്മെന്റിൽ എന്തില്ല? ദർ ഈസ് നോ ചേഞ്ച്. സോ ഇൻവെസ്റ്റ്മെന്റ് റിമൈൻസ് ദ സെയിം 30. അതായത് നമ്മുടെ APSൽ ചേഞ്ച് വന്നിട്ടുണ്ട് എന്നർത്ഥം. സിംപ്ലി പറയുകയാണെങ്കിൽ APSൽ ചേഞ്ച് വന്നിട്ടുണ്ട്. നമ്മൾ കണ്ടെത്തേണ്ടത് എന്താണ്? ന്യൂ ഇക്വിലിബ്രിയം സേവിങ് ആണ് അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സേവിങ്ങും GDPയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, നമ്മൾ GDPയെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പൊതുവെ എഴുതാറുള്ള ഒരു ഇക്വേഷൻ എന്താണ്? GDP ഈസ് ഈക്വൽ ടു, ഞാൻ ജസ്റ്റ് ജനറൽ ആയിട്ട് പറയാം കേട്ടോ. GDP ഈസ് ഈക്വൽ ടു എങ്ങനെ നമ്മൾ എഴുതാറുള്ളത്? C പ്ലസ് കൺസംഷൻ പ്ലസ് ബാക്കി എന്താണ്? ബാക്കി എന്താ മക്കളെ? കൺസംഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ പ്ലസ് എക്സ് മൈനസ് എം. ഓക്കെ, റഫ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇതാണ് നമ്മൾ GDP എഴുതുക. പക്ഷെ ഇവിടെ എവിടെ എന്തില്ല? സേവിങ് ഇല്ല. കാരണം എന്താ? ഇത് നമ്മൾ എഴുതിയിട്ടുള്ളത് ഡിമാൻഡ് സൈഡാണ്. സേവിങ് എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് കിടക്കുന്ന ഒരു സപ്ലൈ സൈഡ് ഫാക്ടറാണ് എന്ത്? സേവിങ് എന്നുള്ളത്. നിങ്ങളത് മാക്രോ എക്കണോമിക്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ സാറുമാർ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവും. സോ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ് നമുക്ക് തന്നിട്ടുണ്ട്. APC 1ഉം 2ഉം തന്നിട്ടുണ്ട് അല്ലേ? APC ഈസ് ഈക്വൽ ടു S/Y ആണ് നമ്മൾ APC കണ്ടെത്തുക അല്ലേ? അങ്ങനെയല്ലേ APC കണ്ടെത്താറുള്ളത്? S/Y. സേവിങ് എത്രയാ ഉള്ളത്? സേവിങ് എത്രയാ? 30 ഡിവൈഡഡ് ബൈ ഇൻകം 100. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ് കിട്ടും. ഇനി നമുക്കിവിടെ എന്ത് ചേഞ്ച് വന്നിട്ടുണ്ട്? APS2ലേക്ക് മാറിയിട്ടുണ്ട്. 40%ലേക്ക് 30%ൽ നിന്ന് 40%ലേക്ക് നമുക്ക് എന്ത് ചെയ്ത് വന്നിട്ടുണ്ട്? സേവിങ്ങിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. സിൻസ് the APS increased to 40%, the new saving will be എത്രയായിരിക്കും? S2. അയ്യോ, ഓക്കെ, നമ്മൾ APS മുകളിൽ ഞാൻ ഒന്നുകൂടി എൻ്റെ പെന്നിന് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ, സോറി. APS ഈസ് ഈക്വൽ ടു S/Y അല്ലേ? ഇനി പുതിയതിന് എത്ര ചേഞ്ച് വന്നത്? 40%ലേക്കാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. സോ S2 ഈസ് ഈക്വൽ ടു APS2 ഇൻറ്റു Y2. നമ്മുടെ ഇൻകം, ടേക്ക് എൻ എക്സാമ്പിൾ, ഞാൻ വേറെ ഉദാഹരണം പറയാട്ടോ. ഇൻകം ഈസ് 1000. നമ്മുടെ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ് 0.3 ആണ്. നമ്മൾ എത്ര സേവ് ചെയ്യാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇൻകം 1000 ആണ്. നമ്മുടെ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ് 0.3 ആണ്. അപ്പോൾ നമ്മൾ എത്ര രൂപ സേവ് ചെയ്യുന്നുണ്ട്? ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ഓക്കെ, 300 ആണ് അല്ലേ? ഞാൻ എൻ്റെ ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ പറയാം. ഞാൻ എൻ്റെ മർക്കസ് നോളജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ 37,000 രൂപയും പ്ലസ് സംതിങ് ആണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ് എന്ന് പറഞ്ഞാൽ 0.6 ആണ്. എത്ര ഞാൻ സേവ് ചെയ്യുന്നുണ്ടാവുക? എൻ്റെ സാലറി 37,000 രൂപയാണ്. എൻ്റെ സേവിങ് അവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ് 0.6 ആണ്. സോ ഞാൻ എത്ര സേവ് ചെയ്യുന്നുണ്ടാവുക? കാൽക്കുലേറ്റർ ഉള്ളവരൊന്ന് ചെയ്തു പറയൂ. ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. യെസ്, 22,200. ഞാൻ എന്ത് ചെയ്താൽ മതി? രണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സെയിം കേസാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ ഇൻകം ഉണ്ട്, നമ്മുടെ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ് ഉണ്ട്. അപ്പം നമ്മൾ എത്ര സേവ് ചെയ്യാന്ന് എങ്ങനെ കണ്ടെത്തുക? നമ്മൾ നേരെ
എന്ത് ചെയ്താൽ മതി? ഇൻറ്റു ചെയ്താൽ മതി അല്ലേ? ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ എന്താണ്? ഏതിലെ ഇക്വേഷൻ ആണ്, അല്ലെ ഏതിലെ വാല്യൂ ആണ്? ഇൻ ദ ഇഫ് ദ ജി ഡി പി ഓഫ് ദ ഇക്കോണമി, ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിച്ചു നോക്കൂ. ഇക്വിലിബ്രിയത്തിലുള്ള കേസാണ്. ഇക്വിലിബ്രിയത്തിന്റെ കേസിൽ നമുക്ക് എന്താ നാഷണൽ ഇൻകത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഇക്വിലിബ്രിയത്തിൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? ഇക്വിലിബ്രിയത്തിന് പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ എന്താ? ഇത് ഓർമ്മയുണ്ടോ? സേവിങ് ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെന്റ്. ഇക്വിലിബ്രിയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് യെസ്, സേവിങ്. ഹിഷാം പറഞ്ഞ പോലെ സേവിങ് ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. അതായത് S2 ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഈക്വൽ ടു, ഇൻവെസ്റ്റ്മെന്റ് എത്രയാ നമ്മൾ നേരത്തെ പറഞ്ഞത്? നമ്മുടെ ക്വസ്റ്റ്യനിൽ എത്രയാ തന്നത്? ഇൻവെസ്റ്റ്മെന്റ് ഈസ് 30. നമ്മളത് എഴുതി വെക്കുകയും ചെയ്തു, ഈസ് ഈക്വൽ ടു 30. അപ്പൊ നമുക്ക് നേരത്തെ നമ്മൾ ഇവിടെ എന്താ പറഞ്ഞത്? S2 is equal to APS2 into Y2. S2 is equal to APS2 into Y2. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ S2 എത്ര ആയിരിക്കും? 30. കാരണം ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഈക്വൽ ടു 30 അല്ലേ? ഈസ് ഈക്വൽ ടു APS2 എത്രയായിരുന്നു? 40% മീൻസ് 0.40 അല്ലെങ്കിൽ 0.4 ഇൻറ്റു Y2. നമുക്ക് ഇക്വിലിബ്രിയം ഇങ്ക കണ്ടെത്തേണ്ടത്. ഇത് നമുക്ക് Y2 സോൾവ് ചെയ്തൂടെ? Y2 ഈസ് ഈക്വൽ ടു, എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പറ്റുക? Y2 ഈസ് ഈക്വൽ ടു, ജസ്റ്റ് ഒന്ന് പറയൂ. ഇനി ഞാൻ ജസ്റ്റ് വേറെ കാര്യം കൂടി പറയട്ടോ. ഇപ്പൊ ഇങ്ങനെയൊക്കെ സോൾവ് ചെയ്യുന്ന കേസ് വന്നാൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യുന്ന ലോജിക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ അങ്ങ് അസ്യൂം ചെയ്യുക. അതായത് നമുക്ക് അറിയുന്ന ഒരു സംഭവമുണ്ട്. എത്രയാണ്? 10 ഈസ് ഈക്വൽ ടു 30/2, അല്ലെങ്കിൽ 10 ഈസ് ഈക്വൽ ടു, വെയിറ്റ് എ മിനിറ്റ്, ഇനി ഇങ്ങനത്തെ ഡൗട്ട് വരുന്ന സമയത്ത് കേട്ടോ, നിങ്ങൾ ഈ ഒരു കേസിലേക്ക് ഒരു വാല്യൂ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. 10 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 5. ഇത് നമുക്ക് അറിയുന്ന ഒരു കണക്കാണ്. 10 എന്ന് പറഞ്ഞാൽ എന്താ? 2 ഇൻറ്റു 5. അതേ കേസല്ലേ ഇവിടെ ഉള്ളത്? 30. 10ന് പകരം 30, 2ന് പകരം 0.4, 5ന് പകരം എത്രയുള്ളത്? Y2. അപ്പൊ ഇതിൽ നമ്മൾ Y2 എങ്ങനെ കണ്ടെത്തുക? ഇതിൽ നമ്മൾ 5 എങ്ങനെ കണ്ടെത്താൻ പറ്റുക? 10 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 5 എന്ന് പറഞ്ഞു. അതിൽ നമ്മൾ 5 എങ്ങനെ കണ്ടെത്തുക? 10 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് നമുക്ക് 5 കിട്ടൂലേ? അതേ കേസിൽ Y2 വരികയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? 30 ഡിവൈഡഡ് ബൈ 0.40 ചെയ്താൽ പോരെ? ഞാൻ അതുകൊണ്ടാണ് നേരത്തെ ആ ഒരു കണക്ക് പറഞ്ഞത്. അപ്പോൾ ഞാനൊക്കെ ഉപയോഗിക്കുന്ന ട്രിക്കാണ്. നമുക്ക് സോൾവ് ചെയ്യുന്നത്, നമുക്ക് എക്സാമിന് നമുക്ക് ചില സമയത്ത് നമ്മുടെ എക്സോസ്റ്റഡ് ആവും, ചില ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെയൊക്കെ നമ്മളിങ്ങനെ തല പുകയ്ക്കേണ്ടി വരും. ആ വല്ലാണ്ട് പുകക്കാതെ എന്ത് ചെയ്യുക? ഒരു ഒറിജിനൽ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക? അങ്ങ് ഇട്ട് കൊടുക്കുക, ഒരു സൈഡിൽ അങ്ങ് ചെയ്യുക. നമുക്കറിയുന്ന 10 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 5 എന്നറിയാം. അതിൽ നിന്ന് നമുക്ക് 5 എങ്ങനെ കണ്ടെത്താൻ പറ്റുക? 10 ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. ആ കേസ് ഇവിടെ എടുക്കുകയാണെങ്കിലോ 30 ഈസ് ഈക്വൽ ടു 0.40 ഇൻറ്റു Y2 എന്നറിയാം. സോ Y2 എങ്ങനെ കണ്ടെത്തുക? 30 ഡിവൈഡ് ബൈ 40 ചെയ്താൽ മതി. 30 ഡിവൈഡ് ബൈ 40 എന്നല്ലേ? 0.4 എത്രയാണ്? എത്രയാണ് 30 ഡിവൈഡ് ബൈ 0.4? 75. യെസ്, ഹിഷാം പറഞ്ഞ പോലെ 75 ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? 75 എന്ന് കിട്ടി. ഓക്കെ. ഇനി എ പി എസ് എത്രയാ ഇൻക്രീസ് ചെയ്തത്? ക്വസ്റ്റ്യനിൽ APS എത്രയാ ഇൻക്രീസ് ചെയ്തത്? APS ഈസ് ഇൻക്രീസ്ഡ് ബൈ 40% അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? S2ന്റെ വാല്യൂം ഇവിടെ കണ്ടെത്താൻ പറ്റും. S2 ഈസ് ഈക്വൽ, APS ഹാസ് ഇൻക്രീസ്ഡ് 40%, ന്യൂ സേവിങ് വിൽ ബി എത്ര വരിക? S2 ഈസ് ഈക്വൽ ടു 0.40 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 40.
നമുക്ക് ശരിക്കും ഈ ക്വസ്റ്റ്യൻ നേരിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആക്കാനുള്ള കാരണം മറ്റുള്ളതിൻ്റെ ലോജിക്ക് കൂടി നിങ്ങൾക്ക് മനസ്സിലാവുക എന്നുള്ളത് കൊണ്ടാണ്. സോ നമ്മുടെ ആൻസർ എത്രയാണ് വന്നത്? 40 എന്നുള്ളതാണ്. അത് എത്രാമത്തെ ഓപ്ഷനാണ്? എത്രാമത്തെ ഓപ്ഷനാണ്? ഓപ്ഷൻ 1. നമ്മൾ എന്ത് ചെയ്തു? 40 എന്ന് കണ്ടെത്തി. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം ഇങ്ങനത്തെ ഒരു പ്രോബ്ലം തരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഒരു സാധനമാണ് എന്ത്? ഇക്വിലിബ്രിയം ആണ് കണ്ടീഷൻ എന്നുണ്ടെങ്കിൽ അത് നാഷണൽ ലിംഗത്തിൽ എന്തായിരിക്കും? സേവിങ് ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള കണ്ടീഷനാണ് ഒന്ന്. അല്ലെങ്കിൽ മറ്റൊന്നാണ് എന്ത്? അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു അഗ്രിഗേറ്റ് സപ്ലൈ എന്നുള്ളത്. നമ്മൾ ഇതിന് മുമ്പ് സോൾവ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് യൂട്യൂബിൽ കിടപ്പുണ്ട്. ഞാൻ തന്നെ സോൾവ് ചെയ്ത ഒരു ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമ്മൾ മറ്റു കുട്ടികൾക്ക് എടുത്തു കൊടുത്തേ. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു അഗ്രിഗേറ്റ് സപ്ലൈൻ്റെ ഒരു പ്രോബ്ലം കാണാൻ പറ്റും. സെയിം ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് പഴയൊരു CVT-ക്ക്. അപ്പോൾ അതായത് ആ ഒരു കണ്ടീഷൻ നിങ്ങളുടെ മനസ്സിൽ വേണം. അതുപോലെ തന്നെ APS എന്താണ്, MPS എന്താണെന്നുള്ള ഒരു കണ്ടീഷനും വേണം. ഇനി ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം കേട്ടോ. APS ഈസ് ഈക്വൽ ടു 0.4 എന്ന് തന്നിട്ടുണ്ട്. APC എത്ര ആയിരിക്കും? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ട് ബന്ധമില്ല, പക്ഷെ ജസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇങ്ങനെ തന്നെ ചോദിക്കണം എന്നില്ലല്ലോ, എങ്ങനെയും ചോദിക്കാമല്ലോ. സോ APS ഇസ് ഈക്വൽ ടു 0.4. അപ്പോൾ APC എത്ര ആയിരിക്കും നമുക്ക് ഉണ്ടാവുക? റഫ 0.7 ആണോ വരിക? 0.6 അതായത് APC പ്ലസ് APS ഇസ് ഈക്വൽ ടു എത്രയാണ്? APC പ്ലസ് APS ഈസ് ഈക്വൽ ടു 1. MPC പ്ലസ് MPS ഈസ് ആൾസോ ഈസ് ഈക്വൽ ടു 1. ഇങ്ങനെയുള്ള ചില പോയിന്റുകൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? മനസ്സിൽ നിന്ന് വിട്ടു പോകരുത് എന്നർത്ഥം. ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ഇതൊക്കെ 2024 നിങ്ങളെ CVT എക്സാമിന് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇഫ് ദ GDP ഓഫ് ആൻ എക്കോണമി ഈസ് 100 crores and the aggregate saving is equal to 30 crores, autonomous aggregate investment rises from 30 to 45. What would be the GDP in the economy in the new equilibrium? ഞാൻ നേരത്തെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് എന്തിനാണ്? ജസ്റ്റ് നമുക്ക് നേരിട്ട് ആൻസർ കൊടുത്ത് നമുക്ക് ആൻസർ കിട്ടും. ഞാൻ ഈ ഒരു പ്രോബ്ലം നിങ്ങൾ തനിച്ച് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് നിങ്ങൾ മാറുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സേവിങ് ഇൻവെസ്റ്റ്മെന്റ് കണ്ടീഷനൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തത്? ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടുള്ളത്. ജസ്റ്റ് നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കൂ. GDP of an economy is 100 crores. The aggregate saving is 30 crores. The autonomous aggregate investment rises from 30 to 45. Ceteris paribus എന്ന് പറഞ്ഞാൽ എന്താണ്? അതർ തിങ് റിമൈൻ കോൺസ്റ്റന്റ്. ബാക്കിയുള്ളതൊക്കെ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ടുണ്ട്. എന്തായിരിക്കും പുതിയ ഇക്വിലിബ്രിയം കണ്ടീഷൻ? ജസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ക്വസ്റ്റ്യനിൽ എന്താണോ ഉള്ളത് അത് അതുപോലെ എഴുതിയെടുക്കണം. ഇനീഷ്യൽ GDP എത്രയാണ്? ഇനീഷ്യൽ GDP എത്രയാണ്? 100 crore. നമുക്കതിന് എന്ത് ചെയ്യാം? GDP 1 എന്ന് കൊടുക്കുക. 100 crore. സേവിങ് എത്രയാണ്? അഗ്രിഗേറ്റ് സേവിങ് എത്രയാണ്? 30 crore. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? ഓട്ടോണമസ് അഗ്രിഗേറ്റ് ഇൻവെസ്റ്റ്മെന്റ് റൈസസ് ഫ്രം 30 to 45. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് 1 എത്രയാ വരിക? 30. ഇൻവെസ്റ്റ്മെന്റ് 2 എത്രയാ വരിക? 45. സോ ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ് അപ്പോൾ വന്നത്? ഡെൽറ്റ ഐ ചേഞ്ചസ് ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? 15. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്കുള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടെത്തണം? ന്യൂ ഇക്വിലിബ്രിയം കണ്ടെത്തണം എന്നർത്ഥം. ന്യൂ ഇക്വിലിബ്രിയം കണ്ടെത്തണം. ഓക്കെ, ഇനി ഇതിനെങ്ങനെയാണ് ന്യൂ ഇക്വിലിബ്രിയം കണ്ടെത്തുക? നമുക്ക് ആദ്യം എന്ത് വേണം? ഇതിലുള്ളതൊന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഇത് വെച്ചിട്ട് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് കണ്ടെത്താൻ പറ്റും. എന്താണ്? ഫൈൻഡിങ് ദ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്.
സേവിങ് സമം സേവിങ് എത്രയാണ്? നമ്മൾ സേവിങ്ങിനെ എങ്ങനെ കണ്ടെത്തുക? GDP എത്രയാണോ, GDP എത്രയാണോ അല്ലെങ്കിൽ ഇൻകം എത്രയാണോ ഇൻറ്റു മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സേവിങ് കിട്ടും ഇല്ലേ? നമ്മൾ ഒരാളുടെ സേവിങ്, എൻ്റെ സേവിങ് 2000 രൂപയാണ്. എൻ്റെ MPS 0.3 ആണ്. അപ്പോൾ എൻ്റെ ഇൻകം നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക? ഞാൻ വേറെ ക്വസ്റ്റ്യൻ തന്നാട്ടോ. എങ്ങനെ നമ്മൾ ഇൻകം കണ്ടെത്തുക? ഞാൻ സേവ് ചെയ്തത് 2000 രൂപയാണ്. എൻ്റെ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് എത്രയാണ്? 0.3 ആണ്. സോ എൻ്റെ ഇൻകം എത്ര ആയിരിക്കും? ഇനി ഇത് പോട്ടെ, ഇത് നിങ്ങൾക്ക് തന്നെ ലോജിക്കലി ആലോചിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഇനി വേറൊരു കണക്ക്. എൻ്റെ ഇൻകം 15000 രൂപയാണ്. MPS 0.3 ആണ്. എൻ്റെ സേവിങ്സ് എത്രയായിരിക്കും? നേരത്തെ ഞാൻ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ സേവിങ്സ് എത്രയായിരിക്കും? 5000 ആണോ ഹിഷാമേ? ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഒന്നാമത് ഞാൻ കാൽക്കുലേറ്റർ എടുത്തിട്ടില്ല, അതിനൊരു പ്രശ്നം കേട്ടോ. ഞാൻ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. 4500 എന്ത് ചെയ്യുക? ആൻസർ വരിക. 1/3 അല്ല കേട്ടോ ഹിഷാമെ ചോദിച്ചേ. ഹിഷാം 1/3 ആണെന്ന് കരുതിയിട്ട് 5000 പറഞ്ഞത്. നിങ്ങൾ തെറ്റിപ്പോകുന്നത് ശ്രദ്ധിക്കണേ. ഇവിടുത്തെ എത്രയാ വന്നേ? 4500. അതായത് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഇൻകം കണ്ടെത്താൻ പറ്റും. ഇൻകം നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റുക? ഇതിനെ റീഅറേഞ്ച് ചെയ്താൽ മതി ഇല്ലേ? റീഅറേഞ്ച് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻകം കണ്ടെത്താൻ പറ്റും ഈ ഇക്വേഷൻ. അത് നിങ്ങളൊന്ന് സ്വയം റീഅറേഞ്ച് ചെയ്ത് നോക്കട്ടോ. വളരെ സിമ്പിളാണ്. ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ഗ്രൂപ്പിൽ വന്നിട്ട് അല്ലെങ്കിൽ പേഴ്സണലായിട്ട് എന്നെ ഇൻഫോം ചെയ്യുക ചെയ്താൽ മതി. ജസ്റ്റ് നിങ്ങളുടെ ഒരു ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ വേണ്ടിയിട്ട്. സോ സേവിങ് കണ്ടെത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സേവിങ് ഈസ് ഈക്വൽ ടു മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് ഇൻറ്റു ഇൻകം. ഇൻകം എന്ന് പറഞ്ഞ ഇവിടെ എന്താണ്? GDP ആണ്. നമുക്ക് സേവിങ് എന്താ? നമ്മുടെ ഇക്വേഷനിൽ നമ്മൾ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. സേവിങ് എന്താണ്? സേവിങ് എത്രയാണ്? സേവിങ് എത്രയാണ്? 30 സമം MPS ഇൻറ്റു ഇൻകം എത്രയാണ്? ഇൻകം എത്രയാണ്? GDP. ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? Y എന്ന് പറഞ്ഞാൽ എന്താ? GDP എത്രയാണ്? 100. ഓക്കെ. സോ 30 MPS ഇൻറ്റു 100 ആണ്. വിച്ച് മീൻസ് MPSനെ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും? 100 ഡിവൈഡഡ് ബൈ 30 ഡിവൈഡഡ് ബൈ 100 എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. സോ ദ ആൻസർ വിൽ ബി 0.3. നമുക്ക് കിട്ടിയ MPS എത്രയാണ്? ഞാനിത് ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ. MPS ഈസ് ഈക്വൽ ടു 0.3. ഇനി നമ്മളിപ്പോൾ ഇത് ചെയ്തത് എന്തിനാ അറിയോ? നമുക്ക് GDPയിൽ വന്നിട്ടുള്ള ചേഞ്ചസ് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ വി നീഡ് മൾട്ടിപ്ലയർ. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് മൾട്ടിപ്ലയർ? മൾട്ടിപ്ലയറിന്റെ ഇക്വേഷൻ എന്താണ്? 1/. യെസ്, നമുക്ക് ഞാൻ 1 എന്നിട്ട് എന്തിനാ അറിയോ? നിങ്ങളെ കൊണ്ട് 2 ഇക്വേഷനും പറയിപ്പിക്കാനാട്ടോ. നമുക്ക് 2 ഇക്വേഷനും പറയാൻ പറ്റും. ആദ്യം ഹർഷമാലതി പറഞ്ഞ ഫസ്റ്റ് ഇക്വേഷൻ ഉണ്ട് 1/NPS. വേറെ ഇക്വേഷൻ എന്താണ്? 1/1 - MPC. കാരണം എന്താ? MPC + MPS = 1 ആണ്. നമുക്ക് 2 ഇക്വേഷനും മാറ്റി മാറ്റി യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ MPS തന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? വി ക്യാൻ യൂസ് ദ ഡയറക്റ്റ് ഇക്വേഷൻ 1/MPC.
1/0.3 ഈസ് ഈക്വൽ ടു എത്രയാ വരിക? 1/0.3 3.33 എന്നർത്ഥം. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നമ്മളിപ്പോൾ കണ്ടെത്തിയത് എന്തിൻ്റെ മൾട്ടിപ്ലയർ ആണ്? ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ ആവട്ടെ, അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ഒക്കെ ഒന്നാണല്ലേ. ടാക്സ് മൾട്ടിപ്ലയർ എന്നാണ് ആർക്കെങ്കിലും ഇക്വേഷൻ പറയാൻ പറ്റും? ടാക്സ് മൾട്ടിപ്ലയർ കാര്യമായിട്ട് ചേഞ്ച് ഉള്ളൊരു മൾട്ടിപ്ലയർ ആണ് ടാക്സ് മൾട്ടിപ്ലയർ. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ടാക്സ് മൾട്ടിപ്ലയർ? ബാക്കി ഏകദേശം മൾട്ടിപ്ലയർ ഒക്കെ ഒരുപോലെ തന്നെയാണ്. ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ ആവട്ടെ, അല്ലെങ്കിൽ കൺസംഷൻ മൾട്ടിപ്ലയർ ആവട്ടെ, ഒക്കെ ഒന്നാണ്. അതെ, റഫ പറഞ്ഞ പോലെ ടാക്സ് മൾട്ടിപ്ലയർ എന്നാണ് -MPC വരും. അതായത് -MPC ഡിവൈഡഡ് ബൈ 1 - MPC ആണെന്ത്? ടാക്സ് മൾട്ടിപ്ലയർ. -MPC ഡിവൈഡഡ് ബൈ 1 - MPC. കൺസംഷൻ മൾട്ടിപ്ലയറോ 1/1 - MPC. ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയറോ 1/1 - MPC. അപ്പോൾ ബാക്കിയുള്ള എല്ലാ മൾട്ടിപ്ലയേഴ്സും നോർമലാണ്. -MPC ഡിവൈഡഡ് ബൈ 1 - MPC ആണെന്ത്? ടാക്സ് മൾട്ടിപ്ലയർ എന്നർത്ഥം. ഓക്കെ, നിങ്ങളത് മറന്നു പോരുത് കേട്ടോ. കാരണം മറ്റ് ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്യും? ഒരു പക്ഷേ ടാക്സ് മൾട്ടിപ്ലയർ ചോദിക്കാം. നിങ്ങളത് മറന്നു പോരുത്. നമുക്ക് വരുന്ന ക്ലാസ്സുകൾ എന്ത് ചെയ്യും? അതിൻ്റെയൊക്കെ ഓരോ പ്രോബ്ലംസ് ചെയ്യാം. അപ്പം നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ചസ് കണ്ടെത്താൻ പറ്റും. ഇൻവെസ്റ്റ്മെൻറ്റിൽ വന്നിട്ടുള്ള ചേഞ്ചസ്. ഇൻവെസ്റ്റ്മെൻറ്റിൽ എത്രയാ ചേഞ്ചസ് വന്നേ? അയ്യോ, അത് പോയോ മൊത്തം? ഇല്ലല്ലേ. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റിൽ ഡെൽറ്റ ഐ എത്രയാണ്? ഡെൽറ്റ ഐ എത്രയാണ്? 15 ആണ് എന്ത് ചെയ്തത്? ചേഞ്ച് വന്നിട്ടുള്ളത്. മൾട്ടിപ്ലയർ നമ്മളവിടെ കണ്ടെത്തി 3.33 എന്നുള്ളത്. സോ വി ക്യാൻ ഫൈൻഡ് ദ ചേഞ്ചസ്. അത് എങ്ങനെയാ കണ്ടെത്തുക? ഡെൽറ്റ വൈ ഈസ് ഈക്വൽ ടു കെ. കെ എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടിപ്ലയർ ഇൻറ്റു ഡെൽറ്റ ഐ. ഇൻവെസ്റ്റ്മെൻറ്റിൽ വന്നിട്ടുള്ള ചേഞ്ചിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മൾട്ടിപ്ലയർ എത്രയാണ്? 3.33 ഇൻറ്റു ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര ക്രോറാ ചേഞ്ച് വന്നത്? 15. എത്ര ആൻസർ? 3.33 ഇൻറ്റു 15 എത്ര ആൻസർ? 3.33 ഇൻറ്റു 15 എത്ര ആൻസർ? 15 അല്ലേ? ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യ്. ഇഷാം, റഫ, സ്നിയ, വാട്ട് ഈസ് 3.33 ഇൻറ്റു 15? ഓക്കെ, 49.95 അപ്രോക്സിമേറ്റ്ലി നമുക്ക് എന്ത് പറയാൻ പറ്റും? 50 എന്ന് പറയാൻ പറ്റും. ഇപ്പം നമുക്ക് എന്താ കിട്ടിയത്? GDP വന്നിട്ടുള്ള ചേഞ്ച് ആണ് എന്ത്? 50 അല്ല ആൻസർ. ഓപ്ഷനിൽ ഒരു പക്ഷേ എന്തുണ്ടാവില്ല, 50 എന്നൊക്കെ തരില്ല. ഓപ്ഷനിൽ 50 തന്നിട്ടില്ല അല്ലേ. സോ ഓൾറെഡി നമുക്ക് GDP ഉണ്ട്. എത്രയാണ്? 100. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ ചേഞ്ച് വന്നു. അവിടെ നമ്മൾ മൾട്ടിപ്ലയറിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തു. മൾട്ടിപ്ലയറിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ കണ്ടെത്തി. ഇൻവെസ്റ്റ്മെൻറ്റിനെ മൾട്ടിപ്ലൈ ചെയ്തു. കിട്ടിയ വാല്യൂ ആണെന്ത്? 50 എന്നുള്ളത്. ഓൾഡ് GDP എത്രയാണ്? 100. സോ ദ ന്യൂ GDP വിൽ ബി, വാട്ട് വുഡ് ബി ദ GDP ഇൻ ദ ഇക്കോണമി അറ്റ് ദ ഇക്വിലിബ്രിയം? എത്രയാ വരിക? 100 + 50 is equal to 150. That is called option 4. ഓപ്ഷൻ 4 150 എന്നുള്ളതാണ്. സോ ഞാൻ ഇതിന് റെക്കോർഡ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക? ഒന്ന് റിവൈസ് ചെയ്ത് നോക്കട്ടോ. നമുക്ക് എന്ത് ചെയ്യാം? ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഞാനും മടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് സെഷനിൽ ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് ഫ്രം സ്റ്റാറ്റിസ്റ്റിക്കൽ പാർട്ട്. ഇഫ് y is equal to 20 plus 10x, then variance of y is equal to, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ?
ഇതിൽ വലിയൊരു പ്രോബ്ലത്തിലേക്കൊന്നും പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് വേരിയൻ്റെ പ്രോപ്പർട്ടിനെ പറ്റിയിട്ട് ധാരണയുണ്ടെങ്കിൽ. യെസ്, നന്ദന പറഞ്ഞ പോലെ എന്താണ് ആൻസർ? എന്താണ്? 100 ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് 100 ആവാന്ന് നോക്കട്ടോ. ജസ്റ്റ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വേരിയൻസിന്റെ ഏറ്റവും വലിയ പ്രോപ്പർട്ടിയിൽ ഒന്നാണെന്ത്? വേരിയൻസ് ഓഫ് എ കോൺസ്റ്റന്റ് ഈസ് 0. വേരിയൻസ് ഓഫ് എ കോൺസ്റ്റന്റ് ഈസ് 0. നമ്മളെ ഇക്വേഷൻ ഏതാണ്? y ഈസ് ഈക്വൽ ടു 20 പ്ലസ് 10x. അപ്പൊ 20യുടെ വേരിയൻസ് എന്തായിരിക്കും? 0 ആയി പോവും. വേരിയൻസ് ഓഫ് എ കോൺസ്റ്റന്റ് ഈസ് 0. നിങ്ങൾ ഇതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സിലോ ക്യൂട്ടിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഒരു കോൺസ്റ്റന്റിനെ നമ്മളൊരു ഒരു വേരിയബിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അതിൻ്റെ വേരിയൻസ് എപ്പോഴും എന്തായിരിക്കും? ആ മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വേരിയൻസ് ഓഫ് എ എക്സ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ വേരിയൻസ് ഓഫ് എക്സ്. അതായത് 20 y എന്നുള്ളതിൻ്റെ വേരിയൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ വേരിയൻസ് വരെ അറിയോ? 20 സ്ക്വയർ വേരിയൻസ് ഓഫ് എക്സ് എന്നുള്ളതാണ്. എങ്ങനെയാണ്? 20 സ്ക്വയർ വേരിയൻസ് ഓഫ് എക്സ്, സോറി y ആണല്ലേ നമ്മളിവിടെ കൊടുത്തത്, y എന്നുള്ളതാണ് വരിക. അല്ലെങ്കിൽ വേറൊരു ഉദാഹരണം കൊടുക്കാം. 4x, ഇതിൻ്റെ വേരിയൻസ് എങ്ങനെയാണ് വരിക എന്നറിയോ? 4 സ്ക്വയർ വേരിയൻസ് ഓഫ് എക്സ്. അതായത് നമ്മൾ ഇതിന് എന്ത് ചെയ്യും? രണ്ടിനെയും രണ്ടെണ്ണാക്കിയിട്ട് മാറ്റും എന്നുള്ളതാണ്. അപ്പം ഈ രണ്ട് പ്രോപ്പർട്ടീസ് വേരിയൻസിൻ്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് ആണ്. ഒന്ന്, വേരിയൻസ് ഓഫ് എ കോൺസ്റ്റന്റ് ഈസ് ആൾവേസ് 0. രണ്ട്, വേരിയൻസ് ഓഫ് ഇഫ് എ വേരിയബിൾ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ എ കോൺസ്റ്റന്റ് ദ വേരിയൻസ് ഈസ് സ്കെയിൽഡ് ബൈ സ്ക്വയർ ഓഫ് ദാറ്റ് കോൺസ്റ്റന്റ്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയാറുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതുന്നുണ്ട് കേട്ടോ താഴെ. ഇഫ് എ random variable is multiplied by a constant, the variance is scaled by or find by or calculated by the square of that constant. The square of that constant. അതായത് ഈ രണ്ട് പ്രോപ്പർട്ടീസ് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുത്തെ ആൻസർ കണ്ടെത്താൻ പറ്റും. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എന്താണ്? 20 പ്ലസ് 10 എക്സിന്റെ വേരിയൻസ് കണ്ടെത്താനാണ്. 20യുടെ വേരിയൻസ് എന്തായിരിക്കും? വേരിയൻസ് ഓഫ് എ കോൺസ്റ്റന്റ് ഈസ് 0. സോ അതെന്താണ്? 0 ആണ് അല്ലേ? ഇനി 10x വേരിയൻസ് എന്തായിരിക്കും? അത് നമ്മൾ സെക്കൻഡ് പ്രോപ്പർട്ടിയിൽ പറഞ്ഞു. 10x എന്ന് പറഞ്ഞാൽ എന്താണ്? 10 സ്ക്വയർ വേരിയൻസ് ഓഫ് എക്സ് എന്നാണ്. 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 100. സോ 100 വേരിയൻസ് ഓഫ് എക്സ്. അതാണ് എന്ത്? ഓപ്ഷൻ 1. 100 ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ്. സോ ഇത് കഴിഞ്ഞ 2024 ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നെക്സ്റ്റ് സെഷനിൽ എന്ത് ചെയ്യാം? കുറച്ച് പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ 2024 ചോദിച്ചിട്ടുള്ള മാത്രം പ്രോബ്ലംസ് ഏരിയാസ് മാത്രം നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് നോക്കാം. ഇപ്പോൾ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?